Welcome to the class 12 physics 32th lecture. Class 12 physics for ISC CBSE and HSC students. Chapter 8 electromagnetic waves. The second part of the chapter, electromagnetic spectrum. What is electromagnetic spectrum? That is the discussion today. അപ്പോൾ ഇത് ഈ പ്ലസ് ടു ക്ലാസ്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ചാപ്റ്റർ 8ലെ ടോപ്പിക്കാണ്. അതിൽ സെക്കൻഡ് പാർട്ട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. So the first question is, what is electromagnetic spectrum? What is electromagnetic spectrum? വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയും. The entire range of electromagnetic radiations extending from gamma rays of very short wavelength to radio waves of very long wavelength is known as electromagnetic spectrum. Visible spectrum is only a small region in the electromagnetic spectrum. Radio waves, microwaves, infrared waves, visible light, ultraviolet rays, X-rays, and gamma rays are the various regions in the electromagnetic spectrum. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാൽ എന്ത്? ഈ ഗാമാ റേ, വളരെ ഷോർട്ട് വേവ് ലെങ്താണ് ഗാമാ റേ. വേവ് ലെങ്ത് 0.001 ആങ്സ്ട്രം, ആ ഓർഡറിലാണ് ഗാമാ റേ വേവ് ലെങ്ത്. അതിൽ തുടങ്ങി ഏറ്റവും കൂടിയ വേവ് ലെങ്ത് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് വേവ് ലെങ്ത് ഉള്ള റേഡിയോ വേവ്സ് വരെ ഉള്ള ഈ കംപ്ലീറ്റ് പ്രകാശ ഭാഗത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ, വൈദ്യുതകാന്തിക തരംഗത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. The entire range of electromagnetic radiations extending from gamma rays of very short wavelength to radio waves of very long wavelength is known as electromagnetic spectrum. Visible region is only a very small portion in the electromagnetic spectrum. The important regions in the electromagnetic spectrum are radio waves, microwaves, infrared rays, visible light, ultraviolet rays, X-rays, and gamma rays. They are the various regions in the electromagnetic spectrum. അത് അവയുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് എന്ന് എഴുതിയിരിക്കുക. ഈ റേഡിയേഷനെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ആ റീജിയനെല്ലാം ഡിക്രീസിങ് ഓർഡർ വേവ് ലെങ്ത് അതിലെഴുതിയിരിക്കുകയാണ്. റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, പിന്നീട് മൈക്രോവേവ്സ്, പിന്നീട് ഇൻഫ്രാറെഡ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഗാമാ റേസിനാണ്. റേഡിയോ വേവ്സിന് ഇപ്പോൾ 100 മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് ലാംഡ വേവ് ലെങ്ത് വരും. എന്നാൽ ഗാമാ റേസിന് വളരെ കുറവാണ്, 0.001 ആങ്സ്ട്രം, ആ ഓർഡറിലാണ്. വളരെ കൂടിയ വേവ് ലെങ്തിൽ നിന്ന് വളരെ കുറവ് വേവ് ലെങ്ത് വരെയുള്ള കംപ്ലീറ്റ് ലൈറ്റ് വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി ഓരോ റീജിയൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഓരോ റീജിയനും ഓരോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക്. ഓരോ റീജിയൻ എന്താണ്, ആ വേവിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ യൂസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ടാകും. 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, അങ്ങനെയാണ്. ദ വേവ് ലെങ്ത് ഓഫ് റേഡിയോ വേവ്സ് ഈസ് ഫ്രം എ ഫ്യൂ മീറ്റേഴ്സ് to a few hundred meters. Radio and television transmitters produce radio waves and they can be detected by an aerial fitted to a radio set or television set. They are generated by LC circuits. അപ്പോൾ ഒന്നാമത്തെ റീജിയനെ നമ്മൾ റേഡിയോ തരംഗം എന്ന് പറയും. വേവ് ലെങ്ത് റേഡിയോ വേവ്സിൻ്റെത് ഏതാനും മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് വരാം. ഫ്യൂ ഹൺഡ്രഡ് മീറ്റേഴ്സ്, കിലോമീറ്റർ ഓർഡറിൽ വരാം. റേഡിയോ ടെലിവിഷൻ ട്രാൻസ്മിറ്റേഴ്സാണ് ഈ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഏരിയയിൽ വെച്ച് അത് കളക്ട് ചെയ്ത് അത് ഡിറ്റക്ട് ചെയ്ത് ആ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റ് വർക്ക് ചെയ്യുക. ദേ ആർ ജനറേറ്റഡ് ബൈ LC സർക്യൂട്ട്. LC അല്ലെങ്കിൽ LCR. LC സർക്യൂട്ടിനെയാണ് അല്ലെങ്കിൽ LCR നമ്മൾ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ LC സർക്യൂട്ട് പോലെയുള്ള ഓസിലേറ്ററി സർക്യൂട്ടുകൾ കൊണ്ട് ഈ റേഡിയോ വേവ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. റേഡിയോ വേവ്, ദ വേവ് ലെങ്ത് ഓഫ് റേഡിയോ വേവ്സ് ഈസ് ഫ്രം എ ഫ്യൂ മീറ്റേഴ്സ് ടു 100 meters. Radio and television transmitters produce radio waves and they can be detected by an aerial fitted to a radio set or television set. They are generated by LC circuits.
LC circuits are also called oscillatory circuits. Now comes the second region, microwave region. They have a wavelength range from 1 centimeter to 1 meter. 1 meter മുതൽ 1 സെൻറ്റിമീറ്റർ വരെയാണ് മൈക്രോവേവിൻ്റെ wavelength region. The frequency range is from 10⁹ Hz to 3 into 10⁻11 Hz. They are produced by electron oscillating in a cavity. ക്ലിസ്ട്രോൺ ട്യൂബ് എന്നൊക്കെ പറയും. ആ വാക്ക് ഇവിടെ പറഞ്ഞില്ലെന്നേ. ക്ലിസ്റ്ററോൺ. ഇവിടെ ക്യാവിറ്റി, ഇലക്ട്രോൺ ഓസിലേറ്റിംഗ് ഇൻ എ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. They are used in radar, TV, telecast systems. Microwaves are used for the analysis of fine details of atomic and molecular structure. These waves can be sent in a particular direction because they are not diffracted by obstacles. മൈക്രോവേവ് രണ്ടാമത്തെ റീജിയനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ. അവയുടെ വേവ് ലെങ്ത് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ വരാം. ഫ്രീക്വൻസി റേഞ്ച് 10⁹ Hz മുതൽ 3 into 10⁻11 Hz വരെ വരാം. ഈ റേഞ്ചൊക്കെ ഓർത്തിരിക്കണം, ഇതൊക്കെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് മൈക്രോവേവ്, വാട്ട് ഈസ് എ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് മൈക്രോവേവ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകും. They are produced by electron oscillating in a cavity. ക്യാവിറ്റിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണാണ് ഇത്തരം വേവ്സ് ഉണ്ടാക്കുന്നത്. അത്തരം ട്യൂബുകളെ നമ്മൾ ക്ലിസ്റ്ററോൺ ട്യൂബ് എന്ന് പറയും. They are used in radar, TV and telecast systems. റഡാർ, ടി വിയിലും മറ്റ് ഈ ടെലികാസ്റ്റ് സിസ്റ്റംസിൽ ഉപയോഗിക്കും. They are used for the analysis of fine details of atomic and molecular structures. അറ്റോമിക് സ്ട്രക്ചറും മോളിക്കുലാർ സ്ട്രക്ചറും ഒക്കെ പഠിക്കാൻ മൈക്രോവേവിൻ്റെ അനാലിസിസ് ഉണ്ട്. These waves can be sent in a particular direction because they are not diffracted by obstacles. ഒബ്സ്റ്റക്കിൾ തട്ടി ഈ ലൈറ്റ് മാറിപ്പോകാതിരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവയെ നമുക്ക് ഒരു പ്രത്യേക ഡയറക്ഷനിൽ എത്ര ദൂരം വേണമെങ്കിലും അയക്കാം. നെക്സ്റ്റ് കംസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, IR റേഡിയേഷൻസ്. ഇപ്പം അടുത്തൊരു ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ്സാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആർ തെർമൽ റേഡിയേഷൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹീറ്റ്. Wavelength of these radiations range from 10⁻⁻1 meter to 7,000–8,000 angstrom. The frequency range is from 3 into 10⁻11 Hz to 4 into 10⁻14 Hz. Hot objects and sun emit infrared radiations. Glass is opaque to these radiations. So to study the spectrum of these radiations, rock salt prisms or lenses are used. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് നമ്മൾ മൈക്രോവേവ് പറഞ്ഞതുപോലെ അതിൻ്റെ വേവ് ലെങ്ത് ഉണ്ട്, പിന്നെ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്, അതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ സൺ ഇതിൻ്റെ ഒരു സോഴ്സാണ്. ഇൻഫ്രാറെഡ് റേഡിയേറ്റേഴ്സ് കിട്ടും. ഗ്ലാസ് ഇതിന് ഒപ്പേക്കാണ്. അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കണം. യൂസ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. Since they are not absorbed by air or mist, they are used to take photographs of distant objects. സ്കാറ്ററിങ് കുറവുള്ള റേഡിയേഷനാണിത്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഫോട്ടോഗ്രാഫിക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇൻ ദി മെഡിക്കൽ ഫീൽഡ് they are used in the treatment of dislocations, paralysis etc. പാരാലിസിസും അതുപോലെ ഈ ഡിസ്ലൊക്കേഷൻ, ബോൺസൊക്കെ ഇങ്ങനെ തെറ്റി മാറിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ ശരിക്കും ട്രീറ്റ് ചെയ്ത് നേരെയാക്കാനായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി, വ്യവസായങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ സീക്രട്ട് സിഗ്നലിംഗ് ആൻഡ് ബർഗ്ലർ അലാംസ്, ഈ രഹസ്യ സന്ദേശങ്ങൾ അയക്കുന്നതിനും അതുപോലെ ബർഗ്ലേഴ്സ് അലാം അവയിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇൻഫ്രാറെഡ് ഹീറ്റ് റേഡിയേഷനാണ്. ഈ മൈക്രോവേവ് ഇൻഫ്രാറെഡ് ഹീറ്റ് റേഡിയേഷൻസ് ആണ്, മൈക്രോവേവ് കഴിഞ്ഞാലുള്ള റേഡിയേഷനാണ്. നൗ കംസ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് നമ്മൾ ഈ കാണുന്ന ലൈറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടതില്ല. അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. വിസിബിൾ ലൈറ്റ് നമുക്ക് നമ്മുടെ കണ്ണിൽ വീണാൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ലൈറ്റ്.
These are the radiations which can excite the sensation in human retina. കണ്ണിൻ്റെ റെറ്റിനയിൽ ഈ റേഡിയേഷൻ വീണാൽ സെൻസേഷൻ ഉണ്ടാക്കും. വസ്തുക്കളെ പല വർണ്ണങ്ങളിൽ കാണാൻ സഹായിക്കുന്നത് ഈ വിസിബിൾ ലൈറ്റാണ്. വേവ് ലെങ്ത് ഓഫ് ദീസ് റേഡിയേഷൻസ് റേഞ്ചസ് ഫ്രം 7800 ആങ്സ്ട്രം ടു 3800 ആങ്സ്ട്രം. ഓർത്തിരിക്കാനുള്ള സൗകര്യത്തിന് നമുക്കൊരു 7000 to 4000 അങ്ങനെ ഓർത്താലും മതി. 7000 ഇവിടെ കൃത്യമായിട്ട് പറയുന്നതാണ് 7800 ആങ്സ്ട്രം to 3800 ആങ്സ്ട്രം. ആൻഡ് ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 4 into 10⁻14 to 8 into 10⁻14. അല്ലെങ്കിൽ പറയാം ഇറ്റ് ഈസ് 10⁻14 to 10⁻15 ഹെർട്സ്. There are mainly 7 colors wavelength in this part of the spectrum. വിഷ്വൽ സ്പെക്ട്രത്തിലാണ് 7 വർണ്ണങ്ങൾ വിബ്ജിയറുള്ളത്. They are produced by the excitement of atoms and molecules. വിസിബിൾ ലൈറ്റ് ഉണ്ടാക്കുന്നത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യുമ്പോഴാണ്. ഒരു കാൻഡിൽ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലമെൻറ്റ് നമ്മൾ കറണ്ട് അയച്ചാൽ ഫിലമെൻറ്റിൽ ബൾബ് ഫിലമെൻറ്റിലൂടെ കറണ്ട് അയച്ചാൽ എക്സൈറ്റഡ് ആകും. അപ്പോൾ അവിടെ നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് വെൻ എക്സൈറ്റഡ് എമിറ്റ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ ഫ്രീക്വൻസി ഓർത്തിരിക്കണം, റേഞ്ച് ഓർത്തിരിക്കണം, അതേപോലെ വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിൻ്റെ ഓർത്തിരിക്കണം. വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റ് റെഡിൻ്റെത് 7800 ആണ്, വയലറ്റിൻ്റെത് 3800 ആങ്സ്ട്രമാണ്. Now comes what is called ultraviolet radiation. ഇതാണ് ശരിക്കും ഈ നമ്മൾ തൊക്കിലൊക്കെ വീണാൽ ഹാർംഫുൾ ആകുന്നത്. The sun, sparks, mercury lamps and very hot objects are source of ultraviolet radiation. അപ്പോൾ സൺ എല്ലാത്തിൻ്റെയും റേഡിയേഷൻ എല്ലാത്തിൻ്റെയും എമിറ്ററാണ്. ഇൻഫ്രാറെഡിൻ്റെയും അൾട്രാവയലറ്റിൻ്റെയും വിസിബിളിൻ്റെയൊക്കെ എമിറ്ററാണ് സൺ. The sun, sparks, mercury lamps and very hot objects are sources of ultraviolet radiations. The range of wavelength is from 0.4 micrometer to about 1 nanometer. Ultraviolet radiations produce vitamins in the skin and cause skin tan. An overexposure of these radiations, especially in the short wavelength region, is harmful. Glass is opaque to ultraviolet radiations, whereas quartz is transparent. Fluorescent materials absorb ultraviolet radiations and re-radiate as visible light. Photoelectric devices and photographic films detect ultraviolet radiations. ഇപ്പോൾ യു വി റേസിൻ്റെ പ്രോപ്പർട്ടിയാണ് എഴുതിയിരിക്കുന്നത്. സൺ, സ്പാർക്കുകൾ, മെർക്കുറി വേപ്പർ ലാമ്പുകളൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. വേവ് ലെങ്ത് റേഞ്ച് 0.4 മൈക്രോമീറ്റർ ടു 1 നാനോമീറ്റർ ആണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 മീറ്റർ ആണ്. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ വീണാൽ അത് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും, സ്കിന്നിന് കറുപ്പ് നിറം ഉണ്ടാകും. An overexposure of these radiations, especially in short wavelength region, is harmful. കൂടുതൽ നേരം അൾട്രാവയലറ്റ് ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ പതിച്ചു കഴിഞ്ഞാൽ അത് ഹാംഫുൾ ആണ്. സസ്യങ്ങളൊക്കെ പതിക്കുകയാണെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോവും. അങ്ങനെ കുഴപ്പങ്ങളുണ്ട് ഈ റേഡിയേഷന്. ഗ്ലാസ് ഈസ് ഒപ്പേക്ക് ടു അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വേറാസ് ക്വാർട്സ് ഈസ് ട്രാൻസ്പെറൻറ്റ്. ഗ്ലാസ്സിൽ ഈ ലൈറ്റ് കടന്നു പോകത്തില്ല, ഒപ്പേക്കാണ്. പക്ഷേ ക്വാർട്സിലൊക്കെ ഇത് കടന്നു പോകും. ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽസ്, ഫ്ലൂറസെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വീഴുമ്പോൾ വേറെ ലൈറ്റ് ഉണ്ടാക്കുക, അതാണ് ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽസ് അബ്സോർബ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആൻഡ് റേഡിയേറ്റ് ആസ് വിസിബിൾ ലൈറ്റ്. ഇപ്പോൾ ചില വസ്തുക്കളിൽ യു വി റേസ് വീണ് കഴിഞ്ഞാൽ അത് മാറി വിസിബിളായിട്ട് രൂപാന്തരപ്പെടും. ഫോട്ടോഇലക്ട്രിക് ഡിവൈസസ് ആൻഡ് ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ഡിറ്റക്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസുകളും അതുപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിമുകളും ഉപയോഗിക്കാറുണ്ട്. Now, two remaining regions, they are X-rays and gamma rays. X-rays have a wavelength varying from 1 nanometer 10 angstrom to 0.01 nanometer 0.1 angstrom. X-rays are produced by X-ray tube
They can be detected by photographic films. They are harmful to living tissues. X-rays find wide applications in science, technology and medicine. അപ്പോൾ എക്സ്റേയുടെ വേവ് ലെങ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ റേഞ്ച് 10 ആങ്സ്ട്രം ടു 0.1 ആങ്സ്ട്രം അങ്ങനെ പിടിച്ചാലും മതി, അല്ലെങ്കിൽ 1 നാനോമീറ്റർ ടു 0.01 നാനോമീറ്റർ. എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ ട്യൂബ് വെച്ചിട്ടാണ്. കൂളിസ് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബൊക്കെ ഉണ്ട്, കൂളിസ് ട്യൂബ്. They can be detected by photographic films. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ വീണാൽ ഇവയെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ഫിലിമുകളെ ഈ റേഡിയേഷൻ അഫക്റ്റ് ചെയ്യും. ദേ ആർ ഹാംഫുൾ ടു ലിവിങ് ടിഷ്യൂസ്. ലിവിങ് ടിഷ്യൂസിൽ ജീവകോശങ്ങൾക്ക് വീഴുകയാണെങ്കിൽ ഹാംഫുള്ളാണ്. ഒരാൾ എപ്പോഴും എക്സ്റേ എടുക്കുന്നതൊക്കെ കുഴപ്പമാണ്. 1-2 പ്രാവശ്യമൊക്കെ എടുക്കാം. കൂടുതൽ തവണ എക്സ്റേ എടുക്കുക, ഒരു ബോഡി എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. എക്സ്റേസ് ഫൈൻഡ് വൈഡ് ആപ്ലിക്കേഷൻസ് ഇൻ സയൻസ്. ശാസ്ത്രത്തിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ക്രിസ്റ്റലോഗ്രാഫി, എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്നൊരു ടോപ്പിക് തന്നെയുണ്ട് ഈ ക്രിസ്റ്റൽസ് ഒക്കെ പഠിക്കാനായിട്ട്. ടെക്നോളജി, സാങ്കേതിക വിദ്യയിലേക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ, നിങ്ങൾ കേട്ടിട്ടാണ് CT സ്കാനൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ എക്സ്റേ വെച്ചിട്ടാണ്. അത് ഗാമ റേസ്, ഏറ്റവും കുറവ് വേവ്ലെങ്തുള്ള റേസാണ് ഗാമ റേസ്. ഗാമ എഴുതി നോക്കുക, ആൽഫ ബീറ്റ ഗാമ, 6 പോലൊക്കെ ഇരിക്കും ഗാമ. ഗാമ റേസ് ഹാവ് വേവ് ലെങ്ത് ലെസ് ദാൻ ദാറ്റ് ഓഫ് എക്സ്റേസ് ആൻഡ് ഹെൻസ് എക്സ്ട്രീംലി പവർഫുൾ. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള, ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പെനിട്രേറ്റിംഗ് പവർ, വസ്തുക്കളിലൂടെ തുളച്ചു പോകാനുള്ള കഴിവ് ഈ എക്സ്റേക്കുള്ള കഴിവ്. എക്സ്റേക്കാൾ കൂടുതലാണ് ഇവിടെ. ഗാമ റേസ് ഹാവ് wavelengths less than that of X-rays and hence extremely powerful. Radioactive elements radiate gamma rays. Photographic films, Geiger Miller counter. This Geiger Muller counter. There is a correction. Geiger Muller, MULLER. Geiger GM counter. That is correct. Geiger Muller counter, GM counter നോക്കാലും മതി. GM counter, etc. detect these radiations. These rays are more harmful than X-rays to living tissues. ജീവകോശങ്ങൾക്ക് ഇത് ഗാമാ റേ എക്സ്റേക്കാൾ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ റേഡിയാക്റ്റീവ് മെറ്റീരിയലുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ഈ കോട്ടൊക്കെ ധരിക്കണം. ഈ PPE കോട്ട് പോലുള്ള കോട്ട് ധരിച്ച് വേണം നിൽക്കാനായിട്ട്. കാരണം റേഡിയേഷൻ അകത്തേക്ക് ചെല്ലാൻ പാടില്ല. ഗാമാ റേസ് നിരന്തരം ശരീരത്തിൽ വീണാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുണ്ടാകും. അതാണ് ഗാമാ റേസ്. എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്ത് ആണ്. പെനട്രേറ്റിംഗ് പവർ, വസ്തുക്കളിലൂടെ കടന്നു പോകാനുള്ള കഴിവ് ഈ റേസിന് കൂടുതലാണ്. So these are the important topics in this lecture and the questions. In electromagnetic waves, the remaining questions, and there are 2 or 3 problems that we do in the next lecture. That is in the 33rd lecture. The 32nd lecture is complete with this topic gamma ray. That is all. Thank you very much.